കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഉത്തരം സുഹൃതം. കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി. ഉത്തരം സുബോധം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ആയുർദളം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേക കരുതൽ നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പുതിയ പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹപൂർവം. വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം മംഗല്യ. പാതയോരങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി. ഉത്തരം ടേക്ക് എ ബ്രേക്ക്. കോഴിക്കോട് നഗരത്തെ വിശപ്പു രഹിതമാക്കാനുള്ള പദ്ധതി. ഉത്തരം ഓപ്പറേഷൻ സുലൈമാനി. ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ കുബേര. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം സ്നേഹസ്പർശം. കേരളത്തിലെ നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം ഉഷസ്. അവിവാഹിതരായ അമ്മമാർ, വിവാഹമോചിതരായ വനിതകൾ, വിധവകൾ എന്നീ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്കായി ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതി. ഉത്തരം ശരണ്യ. പൊതുവിതരണ സംവിധാനത്തിൽ സഹകരണ മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും സാധനങ്ങൾ പൊതുവിപണിയേക്കാളും താഴ്ന്ന നിരക്കിൽ ലഭ്യമാക്കാനും ഉദ്ദേശിച്ചുള്ള പദ്ധതി. ഉത്തരം നന്മ സ്റ്റോർ. കുട്ടികളുടെ പോലീസ് കേഡറ്റിൻ്റെ സഹായത്തോടെയുള്ള ലഹരി വിരുദ്ധ പ്രചരണം. ഉത്തരം നിത്യം നേർവഴി. അഭ്യസ്തവിദ്യരായ സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഉത്തരം റീച്ച്. റീച്ച് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം റിസോഴ്സ് എൻഹാൻസ്മെൻറ്റ് അക്കാദമി ഫോർ കരിയർ ഹൈറ്റ്സ്. കേരള ഗവൺമെൻറ്റിൻ്റെ തുടർ സാക്ഷരതാ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലീപ് കേരള മിഷൻ. കേരള വിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതി ഏതാണ്? ഉത്തരം പ്രിസം അഥവാ പ്രൈമറി റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ സ്കൂൾ മാനേജ്മെൻറ്റ്. മാതാപിതാക്കളുടെ മരണം മൂലം ബന്ധുക്കളുടെയോ മറ്റു പരിചയക്കാരുടെയോ കുടുംബത്തിൽ താമസിക്കുന്ന കുട്ടികളുടെ പഠിപ്പ് മുടങ്ങുന്നത് ഒഴിവാക്കാനുള്ള സൗജന്യ സുരക്ഷാ പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹപൂർവം. സെക്കൻഡറി സ്കൂൾ തലത്തിൽ കേരള സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം RMSA അഥവാ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. കേരള സർക്കാരിൻ്റെ മഴവെള്ള സംരക്ഷണ പദ്ധതി ഏതാണ്? ഉത്തരം വർഷ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ കുട്ടികളുടെയും യുവാക്കളുടെയും ഉന്നമനത്തിനുള്ള പദ്ധതി ഏതാണ്? ഉത്തരം വിജ്ഞാനവാദി. കേരള പോലീസും സ്കൂൾ കുട്ടികളും ചേർന്ന് നടത്തുന്ന റോഡ് സുരക്ഷാ അവബോധ പദ്ധതി. ഉത്തരം ശുഭയാത്ര. കേരള വിദ്യുച്ഛക്തി വകുപ്പ് ഓൺലൈൻ സംവിധാനം ഏതാണ്? ഉത്തരം ഒരുമ. തെങ്ങിൽ നിന്നും മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം നീര. വീടും വസ്തുവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ വെച്ചു നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ഉത്തരം സാഫല്യം. വിദേശത്തു നിന്നും തിരികെ എത്തുന്ന നിർധനരായ പ്രവാസികളെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സാന്ത്വനം. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈൻ സംവിധാനം വഴി നൽകുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം സേവന. ആദിവാസി സ്ത്രീകളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്ന കേരള ഗവൺമെൻറ് പദ്ധതി ഏതാണ്? ഉത്തരം സ്നേഹസ്പർശം. കേരള ഗവൺമെൻറ്റിൻ്റെ
പുതിയ യുവജനക്ഷേമ പരിപാടി ഏതാണ്? ഉത്തരം യുവശക്തി. ലിംഗപദവിയുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വൈദ്യസഹായവും സൗജന്യ കൗൺസിലിംഗും നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. അക്രമത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര സഹായവും മാർഗനിർദ്ദേശവും നിയമസഹായവും ആവശ്യഘട്ടങ്ങളിൽ താൽക്കാലിക താമസ സൗകര്യവും ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ തുടങ്ങിയ അഭയകേന്ദ്രം ഏതാണ്? ഉത്തരം സ്നേഹിത. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം ഗ്രാമ ഹരിത സംഘം. വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളുടെ കൂട്ടായ്മയെ ഉപയോഗപ്പെടുത്തി വനവിഭവങ്ങൾ സമാഹരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമുള്ള സംരംഭം? ഉത്തരം വനശ്രീ. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും കേരള സർക്കാർ നഗര ദാരിദ്ര്യ ലഘൂകരണത്തിന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 2010. വിദ്യാലയങ്ങളിൽ വിവരസാങ്കേതിക വിദ്യ അധിഷ്ഠിതമായി അധ്യാപന രീതി പുനരാവിഷ്കരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം IT അറ്റ് സ്കൂൾ. IT അറ്റ് സ്കൂൾ പദ്ധതിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ ചാനൽ ഏതാണ്? ഉത്തരം വിക്ടേഴ്സ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി? ഉത്തരം പ്രത്യാശ. കേരള IT മിഷന്റെ സാക്ഷരതാ പദ്ധതി ഏതാണ്? ഉത്തരം അക്ഷയ. സംസ്ഥാനത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളെ സംബന്ധിച്ച സാധാരണ ജനങ്ങൾക്ക് വിവരം നൽകുന്ന കോൾ സെന്റർ ഏതാണ്? ഉത്തരം കോമൺ IT ഇൻഫ്രാസ്ട്രക്ചർ. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ്? ഉത്തരം ബാലമുകുളം. സഹായ ധനനിരക്കിൽ ആവശ്യ സാധനങ്ങൾ വിൽക്കാനായി കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംരംഭം? ഉത്തരം മാവേലി സ്റ്റോർ. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള പദ്ധതി ഏതാണ്? ഉത്തരം എമർജിംഗ് കേരള. കേരള IT വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ആരംഭിച്ച ജനസേവന കേന്ദ്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഫ്രണ്ട്സ് ജനസേവന കേന്ദ്രം. നിരക്ഷരർക്ക് അക്ഷരം പകർന്നു നൽകാനും തുടർ വിദ്യാഭ്യാസ പരിപാടികൾ ആരംഭിക്കാനും കേരള സർക്കാർ രൂപം നൽകിയ സംവിധാനം ഏതാണ്? ഉത്തരം കേരള സാക്ഷരതാ മിഷൻ. പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പരാതികൾക്ക് കേരള മുഖ്യമന്ത്രി നേരിട്ട് പരിഹാരം കാണാൻ ആരംഭിച്ച പദ്ധതി? ഉത്തരം ജനസമ്പർക്ക പരിപാടി. ഹോമിയോപ്പതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്ത്രീകളുടെ മാനസിക ആരോഗ്യ സാമൂഹിക ശാക്തീകരണ പദ്ധതി? ഉത്തരം സീതാലയം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം, സർവീസ് കാര്യങ്ങൾ എന്നിവ ശേഖരിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും IT മിഷൻ തയ്യാറാക്കിയ ഡാറ്റാബേസ്? ഉത്തരം സ്പാർക്ക്. സ്പാർക്കിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം സർവീസ് പേറോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വസ്തുനികുതി, ലൈസൻസ് എന്നിവയ്ക്ക് അപേക്ഷിക്കാനും പണമടയ്ക്കാനുമുള്ള ഓൺലൈൻ സംവിധാനം? ഉത്തരം സഞ്ജയ. കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം അന്നദായിനി. പ്രവാസികളായ കുട്ടികൾക്ക് മലയാള പഠനത്തിനായി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം മലയാളം മിഷൻ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ജീവിതശൈലി രോഗനിയന്ത്രണ ബോധവൽക്കരണ പരിപാടിയുടെ പേര്? ഉത്തരം
ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാം. സംസ്ഥാനത്തെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് പഠനത്തിനായി കൊണ്ടുവന്ന പരിപാടി. ഉത്തരം ലേണിംഗ് ഇംഗ്ലീഷ് അക്വിസിഷൻ പ്രോഗ്രാം. നവജാത ശിശുക്കളിലെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച സമഗ്ര പദ്ധതി ഏതാണ്? ഉത്തരം കാതോരം. പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഇൻ്റർനെറ്റ് നൽകാനായി KSEBയും കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം K-Phone.